ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ 26 ക്യാമ്പുകളിലായി 157 കുടുംബങ്ങളിലെ 563 പേർ കഴിയുന്നുണ്ട്. ശക്തമായ മഴയും പ്രതികൂല കാലാവസ്ഥയും തുടരുന്ന സാഹചര്യത്തിൽ കോടഞ്ചേരിയിൽ നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഇന്ന് നിശ്ചയിച്ചിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കിയെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇരുവഴിഞ്ഞിപ്പുഴ, ചാലിപ്പുഴ എന്നിവിടങ്ങളിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മത്സരങ്ങൾ, പരിശീലനം തുടങ്ങിയവയ്ക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എം രാകേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, കഴിഞ്ഞ ദിവസമൊക്കെ മലബാർ മേഖലയിലൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ഒരാശ്വാസമുണ്ടോ? സംസ്ഥാനത്ത് പൊതുവെ ഇന്ന് മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്. അപ്പോൾ കോഴിക്കോട് നിലവിലുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്? കൂടുതൽ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇപ്പോൾ? മായ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടും ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇപ്പോൾ നല്ല വെയിലാണ് നഗരത്തിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ കിഴക്കൻ മലയോര മേഖലകളിലും ശക്തമായ മഴയ്ക്ക് ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. ജില്ലയിൽ നിലവിൽ 26 ക്യാമ്പുകളിലായി 157 കുടുംബങ്ങളിലെ 563 പേരാണ് കഴിയുന്നത്. ഇന്ന് രാവിലെ തന്നെയാണ് ഇത്തരത്തിൽ പല ക്യാമ്പുകളും ആരംഭിച്ചിട്ടുള്ളത്. അതായത് മഴ തുടരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മുൻകരുതൽ എന്ന രൂപത്തിലാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ക്യാമ്പുകൾ തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും മഴ കുറയുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ കുടുംബങ്ങൾക്കൊക്കെ തന്നെ വീണ്ടും വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകാനാകുന്ന സാഹചര്യം ഉണ്ടാകും. ഏതായാലും ഇന്നത്തെ വൈകുന്നേരത്തെ സാഹചര്യം ഉൾപ്പെടെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള ക്യാമ്പുകളിൽ നിന്നുള്ള മടക്കം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് രാത്രിയാണ് മഴ ശക്തമാകുന്നത് എന്നുള്ളത് കൊണ്ട് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. ഒപ്പം തന്നെ കക്കയം ഡാം ഓറഞ്ച് അലേർട്ടിലായിരുന്നു. അതായത് ഏകദേശം 4.5 മീറ്റർ കൂടെ കഴിഞ്ഞാൽ കക്കയം ഡാം തുറന്നു വിടേണ്ടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമായിരുന്നു. 2ാം ഘട്ട അറിയിപ്പാണ് ഉണ്ടായിരുന്നത്. ആ അറിയിപ്പിനും ഈ മഴ വൃഷ്ടിപ്രദേശത്തുൾപ്പെടെ മഴ കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത്തരമൊരു സാഹചര്യവും ഒഴിവാകുമെന്നുള്ളതാണ്. ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി കോഴിക്കോടിൻ്റെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്താനാകുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മത്സരങ്ങൾക്കോ പരിശീലനങ്ങൾക്കോ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു കാലാവസ്ഥ തുടരുകയാണെങ്കിൽ വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ കുറയുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. മായ. ശരി, എം രാകേഷാണ് കോഴിക്കോട് നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.